പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി പ്രതീക്ഷിക്കാവുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു റിന്യൂവബിൾ എനർജി സ്റ്റോക്കിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. സ്റ്റോക്കിൻ്റെ പേര് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3.6% ഉയർന്ന് 558 ക്ലോസിംഗ് നൽകി. 647 52 വീക്ക് ഹൈ, 253 52 വീക്ക് ലോ, 13,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. പല ക്വാർട്ടർലി റിസൾട്ടിലും ലോസ് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വാല്യൂഷൻ നമ്മൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പ്രൊമോട്ടേഴ്സിന് 53% സ്റ്റേക്ക് ഹോൾഡിങ്ങും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് 28%, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 11.9%, മ്യൂച്വൽ ഫണ്ടിന് 5.2%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 1% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. പ്രൊമോട്ടർ ഗ്രൂപ്പിൽ റിലയൻസ് ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. റിലയൻസിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ റിലയൻസ് ന്യൂ എനർജി ലിമിറ്റഡിന് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയിൽ 32.5% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. ഇതൊരു ഷപ്പൂർജി പലൻജി ഗ്രൂപ്പ് കമ്പനിയായിരുന്നു. 12.75% സ്റ്റേക്കാണ് ഷപ്പൂർജി പലൻജി ഗ്രൂപ്പിനുള്ളത്. ഈ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ അവിടെ നമ്മൾക്ക് ഒരു ടേൺ അറൗണ്ട് പെർഫോമൻസിലുള്ള ഒരു ടേൺ അറൗണ്ട് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. 421 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഈ ക്വാർട്ടറിൽ ₹1.40 കോടി പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ ലോസ് 1174 കോടിയിൽ നിന്നും 210 കോടിയിലേക്ക് കമ്പനിക്ക് കുറയ്ക്കാനും സാധിച്ചു. ഇനി മാർച്ച് ക്വാർട്ടറിലെ കമ്പനിയുടെ റവന്യൂ പരിശോധിച്ചാൽ 86 കോടിയിൽ നിന്നും 1211 കോടിയിലേക്കാണ് ഇയർ ഓൺ ഇയറിൽ റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ റവന്യൂ 2125 കോടിയിൽ നിന്നും 3120 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. റവന്യൂ ഉയർന്നതിന് പ്രൊപ്പോർഷണലായി എക്സ്പെൻസും ഉയർന്നു. 503 കോടിയിൽ നിന്നും 1117 കോടിയിലേക്കാണ് എക്സ്പെൻസ് ഉയർന്നത്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ എക്സ്പെൻസ് 2304 കോടിയിൽ നിന്നും 3293 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. 2023 ഫിനാൻഷ്യൽ ഇയറിൽ 4913 കോടി രൂപയുടെ ഓർഡറായിരുന്നു കമ്പനിക്ക് ലഭിച്ചതെങ്കിൽ അത് 2024 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ 8084 കോടി രൂപയുടെ ഓർഡറായി ഉയർന്നു. മാർച്ച് മാസത്തിൽ മാത്രം 488 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. രാജ്യത്തെ രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് സോളാർ മൊഡ്യൂൾ പ്രോജക്റ്റിൻ്റെ ലോവസ്റ്റ് ബിഡറായും SW റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 2024 വർഷത്തിൽ 6023 കോടി രൂപയുടെ വാല്യൂഷനുള്ള 13 പ്രോജക്റ്റുകളാണ് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റും ഇംപ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 1966 കോടി രൂപയുടെ കടമായിരുന്നു ഉണ്ടായത്. ഇപ്പോഴത് 116 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. SW സോളാർ അല്ലെങ്കിൽ സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന കമ്പനി 561 ട്രേഡ് ചെയ്യുന്നു. 500 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. ഇവിടെ നിന്നും 600, 640 തുടങ്ങിയ റെസിസ്റ്റൻസുകൾ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് പെർസിസ്റ്റൻ്റ് സിസ്റ്റം ലിമിറ്റഡ്. പെർസിസ്റ്റൻ്റ് സിസ്റ്റം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.7% ഉയർന്ന് 3909 ക്ലോസിംഗ് നൽകി. 58,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 59.43, ഡിവിഡൻഡ് yield 0.5%, 52 വീക്ക് ഹൈ 4450, 52 വീക്ക് ലോ 2112. പെർസിസ്റ്റൻ്റ് സിസ്റ്റത്തിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം. കമ്പനി ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 10 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് 25.3% വർദ്ധിച്ച് 315 കോടിയായി മാറി. നെറ്റ് റവന്യൂ അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് റവന്യൂ 14.9% വർദ്ധിച്ച് 2590 കോടിയായി മാറി. കമ്പനിക്ക് മാർച്ച് ക്വാർട്ടറിൽ മാത്രം 447 കോടി രൂപയുടെ ടോട്ടൽ കോൺട്രാക്റ്റാണ് ലഭിച്ചത്. എന്നാൽ 2023 വർഷത്തെ മാർച്ച് ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടോട്ടൽ കോൺട്രാക്റ്റ് $475 മില്യൺ നിന്നും $447 മില്യൺ ഇടിഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ എബിറ്റ മാർജിൻ 14.5% രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലാറ്റ് എബിറ്റ മാർജിനാണ് കാണുന്നത്. അതേസമയം വരുന്ന 2 മുതൽ 3 വർഷത്തിനുള്ളിൽ 200 മുതൽ 300 ബേസിസ് പോയിൻറ്റിൻ്റെ മാർജിൻ ഇംപ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 10 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. പക്ഷേ ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ $1 ബില്യൺ എന്ന റവന്യൂ ടാർഗറ്റ് കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു.
എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ 98,216 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തത്. 1,519 കോടി രൂപയുടെ എബിറ്റയും 10,934 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും കമ്പനിക്ക് നേടാൻ സാധിച്ചു. മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ മികച്ച രീതിയിലുള്ള റവന്യൂവും പ്രോഫിറ്റും കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. ഈ ക്വാർട്ടർ 4-ൽ 25,808 കോടി രൂപയുടെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 25,905 കോടി രൂപയുടെ റവന്യൂ കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. 300 കോടി രൂപയുടെ റവന്യൂ അനലിസ്റ്റ് പ്രതീക്ഷിച്ചെടുത്ത് 300 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി മാർക്കറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 315 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ്. അതേസമയം എബിറ്റ മാർജിൻ ഫ്ലാറ്റ് ആയത് മാത്രമാണ് ഒരു നെഗറ്റീവ് പോയിൻ്റ് കാണുന്നത്. കമ്പനിയുടെ 80% റവന്യൂവും US-ൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു. $3 ബില്യൺ വാല്യൂഷനുള്ള അല്ലെങ്കിൽ $3 ബില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ്. സെക്ടോറിയൽ പെർഫോമൻസ് നോക്കിയാൽ സോഫ്റ്റ്വെയർ ആൻഡ് ഹൈടെക് സെഗ്മെൻറ്റിലെ റവന്യൂ ഗ്രോത്ത് 6.3%, BFSI സെഗ്മെൻറ്റിലെ റവന്യൂ ഗ്രോത്ത് 7.6%, ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് ഇൻഷുറൻസിലെ റവന്യൂ ഗ്രോത്ത് 39.9% രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ എബിറ്റ മാർജിൻ 14.5% മാറി. പെർസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന സ്റ്റോക്ക് 4,500 രൂപയിൽ നിന്നും റെസിസ്റ്റൻസ് നേരിട്ട് 3,884 ട്രേഡ് ചെയ്യുന്നു. 3,750 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടാണ്. ഇവിടെ നിന്നും 4,000, 4,280 തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്